നമസ്കാരം. എല്ലാവർക്കും മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിന്റെ അവസാനത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. അവസാനത്തെ പോർഷനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്റർ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിച്ചിരുന്നത്. ആദ്യത്തെ പോർഷനിൽ ലോറൻസ് ഫോഴ്സ് ഇക്വേഷനെ ബേസ് ചെയ്ത് നമ്മുടെ ഡിസ്കഷൻ മുമ്പോട്ട് വന്ന് സൈക്ലോട്രോൺ വരെയുള്ള പോർഷൻ ആയിരുന്നു. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വന്നപ്പം നമ്മൾ ബയോട്ട് സാവേർട്ട് ലോ, ആംപിയർ സർക്യൂട്ട് ലോ ഉൾപ്പെടെ ടോറോയിഡ്, സോളിനോയിഡ് ഉൾപ്പെടെ കഴിഞ്ഞ ലെക്ചർ വരെ വരുന്ന ഭാഗങ്ങളായിരുന്നു. അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ലെക്ചറിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഒരു തേർഡ് സെഷനാണ്, അവസാനത്തെ ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഫോഴ്സ് ഓൺ എ വയർ ഓർ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു വയർ കംപ്ലീറ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ ആ വയറിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു നമ്മൾ ആദ്യം ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ കണ്ടത്. ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ അതിലുള്ള ഫോഴ്സ് ആയിരുന്നു ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇവിടെ ഒരു ചാർജ് അല്ല, നിരവധി ചാർജ് ഉണ്ട്. കാരണം ഒരു വയർ ആകുമ്പം ഒരു ലൈൻ ചാർജ് ആണ്, കുറേയേറെ ചാർജുകൾ ലൈനായിട്ട് ആ വയറിലൂടെ പോവുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ആ വയറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോഴ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വയർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ വയർ കംപ്ലീറ്റ് ആയിട്ട് എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ വയറിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ NCERT നോക്കുകയാണെങ്കിൽ ലോറൻസ് ഫോഴ്സ് ഇക്വേഷന് തൊട്ട് ശേഷം രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ്. ഞാനത് അവിടെ നിന്ന് എടുത്ത് ഇവിടെയാണ് പറയുന്നതെന്ന് മാത്രം. അപ്പൊ ആക്ച്വലി ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ തന്നെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ചാർജ് ഉള്ളെങ്കിൽ ആ ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. നമ്മൾ മുമ്പ് പഠിച്ചാണ് ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ. ഇവിടുത്തെ പ്രത്യേകത, ഒരു ലൈൻ ചാർജ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരു വയർ എന്ന് പറയുമ്പം അതിൽ ഒരു ചാർജ് അല്ല ഉള്ളത്, N നമ്പർ ഓഫ് ചാർജസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യണം? N ഇൻറ്റു Q ഇൻറ്റു V ക്രോസ് B എന്ന് എഴുതണം. V ക്രോസ് B എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ? അപ്പം വളരെ സിമ്പിൾ ആണ്. ഒരു ചാർജ് ആണെങ്കിൽ Q ഇൻറ്റു V ക്രോസ് B, N നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ N ഇൻറ്റു Q V ക്രോസ് B ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ശരിയാണല്ലോ? ഇനി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഫൈനൽ ഇക്വേഷനിലേക്ക് പോകാം. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ യൂണിറ്റ് ടൈം. ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ടോട്ടൽ ചാർജ് ഇതിലെ ഫ്ലോ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. ശരിയാണല്ലോ? അപ്പൊ ഈ ഇക്വേഷനകത്ത് വെലോസിറ്റിയെ നമുക്ക് ലെങ്ത് ബൈ ടൈം എന്ന് എഴുതാം. അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണല്ലോ വെലോസിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഫിഗറിൽ നോക്കുമ്പോൾ ചാർജുകൾ ഈ ഒരു കംപ്ലീറ്റ് ലെങ്ത് ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അന്നേരത്തെ അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ആ ചാർജുകൾക്കെല്ലാം സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വയറിന്റെ ലെങ്ത് ആണ് അവിടെ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ വെലോസിറ്റിയെ നമുക്ക് എന്നാന്ന് എഴുതാം? ലെങ്ത് ബൈ ടൈം എന്ന് എഴുതാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഈ വെലോസിറ്റിയെ നമുക്ക് ലെങ്ത് ബൈ ടൈം എന്ന് എഴുതിയാൽ, ഇവിടെ ഈ NQ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ടൈം. ഈ ടൈമിനെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. ശരിയാണല്ലോ? അപ്പൊ വെലോസിറ്റി എന്നാന്ന് എഴുതുക? ലെങ്ത് ബൈ ടൈം എന്ന് എഴുതുക. ആ ടൈം ഡിനോമിനേറ്ററിൽ ഉണ്ടല്ലോ. ഇനി NQ ബൈ T എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ T എന്നുള്ളതാണ്. ശരിയാണല്ലോ? NQ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജുകളാണ്. Q എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ആണ്. N എന്ന് പറഞ്ഞാൽ ഈ വയറിനകത്തുള്ള മുഴുവൻ ചാർജുകളാണ്. ഇനി ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ അതെന്താണ്? കറണ്ട് ആണ്. അപ്പം NQ ഡിവൈഡ് ബൈ T എന്നുള്ളത് കറണ്ട് കിട്ടി. പിന്നെ ഇവിടെ സർവൈവ് ചെയ്യുന്ന എന്നാ? വെലോസിറ്റി നമ്മൾ ലെങ്ത് ബൈ ടൈം എന്നല്ലേ എഴുതിയേ. പിന്നെ ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്, ക്രോസ് B എന്നുണ്ട്. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും? I ഇൻറ്റു L ക്രോസ് B എന്ന് വരും. ശരിയാണല്ലോ? ഇവിടെ നോക്കിയാൽ അറിയാം, വെലോസിറ്റിയെ നമ്മൾ എങ്ങനെ മാറ്റുക? ലെങ്ത് ബൈ ടൈം എന്ന് മാറ്റുക, ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ലെങ്ത് ബൈ ടൈം എന്ന് മാറ്റുക. ആ ബൈ ടൈം, NQ ബൈ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടൈം ആണ്. അത് കറണ്ട് ആണ്. അപ്പൊ ആ കറണ്ട് I ഞാൻ ഇവിടെ എഴുതി. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് L ക്രോസ് B എന്നുള്ളതാണ്. സോ ദ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു IL ക്രോസ് B എന്നുള്ളതാണ്. ശരിയാണല്ലോ? ഇനി നിങ്ങൾ NCERT നോക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ചില സ്റ്റെപ്പുകൾ കയറ്റി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എഴുതിയതേ ഉള്ളൂ. അത് വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അത് നമ്പർ ഡെൻസിറ്റിയുടെ ടേമിൽ ഈക്വേഷൻ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്പർ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഒരു വോളിയത്തിലുള്ള ചാർജ് ഡെൻസിറ്റി, ഒരു വോളിയത്തിലുള്ള ചാർജുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ വോളിയം ആണ് നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പറിനെ നമുക്ക് എന്നാന്ന് വിളിക്കാം, ഈ വോളിയത്തിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പറിന് പകരം നമുക്ക് നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വിളിക്കാം. അതാണ് നമ്പർ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം, വയറുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണല്ലോ. അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഏരിയ ഇൻറ്റു ലെങ്ത്, πr² ഇൻറ്റു πr² L ആണ്. അതിന്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. സോ അതാണ് A ഇൻറ്റു L എന്ന് എഴുതിയിരിക്കുന്നത്. ആ ഒരു സ്റ്റെപ്പാണ് ഇൻ ബിറ്റ്വീൻ കയറി വന്നിരിക്കുന്നത്. NCERT അങ്ങനെയാണ് ഫോളോ ചെയ്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പുകൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്, ഫോഴ്സിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിംഗ് റൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫോർ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിറക്ഷൻ ഓഫ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നുള്ള അതേ ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിംഗ് റൂൾ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ പറയുന്നത്. അതായത് നിങ്ങൾ പഠിച്ച ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ തന്നെ, ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് കയറുവാണെങ്കിൽ അതിന്റെ ഫോഴ്സ് F = Q × V × V. അവിടെ n നമ്പർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ലൈൻ ആയിട്ട് കയറുവാണെങ്കിൽ n × Q × V × V. അത്രേ ഉള്ളൂ. ശരിയാണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു അത്രേ ഉള്ളൂ. ആ വെലോസിറ്റിയെ നമുക്ക് എന്തെന്ന് എടുക്കാം, ആ ഒരു കംപ്ലീറ്റ് ലെങ്ത്, അത് ട്രാവൽ ചെയ്യുന്ന ലെങ്ത് ബൈ ടൈം എന്ന് എടുക്കാം. വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ നമ്മളിവിടെ വെലോസിറ്റി L/T എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ NQ/T എന്നുള്ളത് I ആയി, ബാക്കി വരുന്ന IL × B എന്നായി. അതാണ് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം മുമ്പ് പഠിക്കാൻ സ്കിപ്പ് ചെയ്ത് പോയ ഒരു പോർഷൻ നമ്മളിവിടെ പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടന്നാൽ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ്സ്. രണ്ട് പാരലൽ കറണ്ടുകൾ വെക്കുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. രണ്ട് പാരലൽ കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വയർ എടുത്തിട്ട് നമ്മൾ നേരെ വെച്ചിട്ട് രണ്ടിലൂടെയും ഒരേ ഡിറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുവാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, രണ്ട് പാരലൽ ആയിട്ട് രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട്, രണ്ട് വയറുകൾ പാരലായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലൂടെ രണ്ടിലും ഒരേ ഡിറക്ഷനിൽ നമ്മൾ കറണ്ട് കടത്തി വിടുവാണ്. ഒന്നിലൂടെ പോകുന്ന കറണ്ട് I1, രണ്ടിലൂടെ പോകുന്ന രണ്ടാമത്തേതിനകത്തൂടെ പോകുന്ന കറണ്ട് I2. അല്ലെങ്കിൽ ഒന്നാമത്തെ കണ്ടക്ടറിനെ A എന്ന് വിളിക്കുവാണെങ്കിൽ ഒന്നിലൂടെ പോകുന്ന കറണ്ട് IA, രണ്ടാമത്തെ കണ്ടക്ടറിനകത്തൂടെ പോകുന്ന കറണ്ട് IB. ഞാൻ AB എന്നുള്ളൊരു നൊട്ടേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവർ തമ്മിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ. ക്ലിയർ ആണല്ലോ. ഇവർ തമ്മിൽ ഫോഴ്സ് ഉണ്ട്. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ തൽക്കാലം ഈ ഒന്നാമത്തെ കണ്ടക്ടറിനെ എടുക്കുവാണെങ്കിൽ ഒന്നാമത്തെ കണ്ടക്ടറിലൂടെ മുകളിലോട്ട് കറണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ കണ്ടക്ടറിലോട്ട് ഇപ്പൊ നിങ്ങളുടെ നേരെ ഇങ്ങോട്ട് കറണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അതിന് ചുറ്റും എന്തുണ്ടാക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ശരിയാണല്ലോ. അപ്പൊ ഒന്നാമത്തെ വയറിലൂടെ അങ്ങോട്ടേക്ക് കറണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് അതിന് ചുറ്റും ഒരു സർക്കുലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സർക്കുലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്, നമ്മുടെ രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഒന്നാമത്തെ വയറിലൂടെ നിങ്ങളുടെ നേരെ ടുവേഴ്സ് യു കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ അതിനെ സർക്കുലേറ്റ് ചെയ്ത് അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്, രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു, രണ്ടാമത്തെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു വയറല്ലേ, അത് എവിടെ ഇരിക്കുന്നത്, ഒന്നാമത്തെ ആളുടെ മാഗ്നറ്റിക് ഫീൽഡിൽ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു തന്നെ, ഒരു വയർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുവാണെങ്കിൽ അവത്തേൽ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ശരിയാണല്ലോ. അപ്പൊ ആ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ കൺസിഡർ ചെയ്താലും നമ്മൾ ഇനി രണ്ടാമത്തെ വയറിനെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ വയറിനെ നോക്കുവാണെങ്കിലും രണ്ടാമത്തെ വയറിലൂടെ കറണ്ട് പോകുന്നുണ്ട്. ശരിയാണല്ലോ. ആ രണ്ടാമത്തെ വയറിലൂടെ കറണ്ട് പോകുമ്പോഴും അവനും അവന്റെ ചുറ്റും ഒരു സർക്കുലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ സർക്കുലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്, ആദ്യത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടക്ടറിന്റെ മേത്തും എന്തുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. ആര് കാരണം, ഈ രണ്ടാമത്തെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം ആദ്യത്തെ ആളുടെ മേത്തും ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പം ഒന്നാമത്തെ വയർ കാരണം രണ്ടാമത്തെ ആൾക്കും, രണ്ടാമത്തെ വയർ കാരണം ഒന്നാമത്തെ ആൾക്കും പരസ്പരം ഓരോ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അത് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് ഹെഡിങ് പറയുന്നത്, ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട്സ്. രണ്ട് പാരലൽ ആയിട്ടുള്ള കറണ്ടുകൾ തമ്മിലുള്ള ഫോഴ്സ്. ശരിയാണല്ലോ. അപ്പൊ നമുക്ക് ഒന്നാമതൊരു കാര്യം ചെയ്യാം, നമ്മുടെ രണ്ടാമത്തെ ആളെ നമുക്ക് എടുക്കാം. ശരിയാണല്ലോ. അപ്പൊ നമുക്കറിയാം, രണ്ടാമത്തെ ആളില് ആര് കാരണമാണ് ഫോഴ്സ് ഉള്ളത്, ഒന്നാമത്തെ ആള് കാരണം ഫോഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഒന്നാമത്തെ ഒന്നാമത്തെ വയറിനെ ഞാൻ A എന്ന സഫിക്സ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വയർ കാരണം, ആ ഒന്നാമത്തെ വയറിലൂടെ കറണ്ട് പോകുമ്പം അതിന് ചുറ്റും അതിന് സർക്കുലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡിറക്ഷൻ നോക്കാനായിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നോക്കിയാൽ മതി. ഇപ്പൊ കറണ്ട് പോകുന്ന ഡിറക്ഷനിൽ നമ്മുടെ തമ്പ് പിടിക്കുവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പം ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും.
ക്ലിയർ ആണല്ലോ? ആ ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, FBA എന്ന് വിളിക്കാം. അതിന്റെ എക്സ്പാൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്, ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ. ഫോഴ്സ് ഓൺ ബി, അതായത് ഇതാണ് ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ കണ്ടക്ടർ. ഫോഴ്സ് ഓൺ ബി, അതായത് ബിയിലുള്ള ഫോഴ്സ് ആര് കാരണമാ, ഡ്യൂ ടു എ. ആദ്യത്തെ ആള് കാരണമാണ് രണ്ടാമത്തെ ആളുടെ മേൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യമേ നമുക്കൊരു കാര്യം നോക്കാം. ഈ ആദ്യത്തെ ആള് കാരണം രണ്ടാമത്തെ ആളുടെ മേലുണ്ടാകുന്ന ഫോഴ്സ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. ഈ ആദ്യത്തെ ആള് കാരണം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ആദ്യമേ നോക്കാം. അതാണ് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ബി വെച്ചിട്ട് സഫിക്സ് ചെയ്യുന്നത്, ബി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ബി സഫിക്സ് എ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ, ഒന്നാമത്തെ ആള് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാ, ഈ രണ്ടാമത്തെ കണ്ടക്ടർ. രണ്ടാമത്തെ കണ്ടക്ടർ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വയറിന്റെ R ഡിസ്റ്റൻസ് മാറിയാണ് രണ്ടാമത്തെ ആൾ ഇരിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു, ഒരു സ്ട്രെയിറ്റ് വയർ നമുക്ക് തരുവാണെങ്കിൽ അതിന്റെ R ഡിസ്റ്റൻസ് മാറിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0I ഡിവൈഡഡ് ബൈ 2πd 2πr എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ശരിയാണല്ലോ? ഇപ്പൊ നമ്മൾ പഠിച്ചതായിരുന്നു μ0I ഡിവൈഡഡ് ബൈ 2πr. ഒരു സ്ട്രെയിറ്റ് വയർ ഉണ്ടെങ്കിൽ അതിന്റെ R ഡിസ്റ്റൻസ് മാറിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മുമ്പലത്തെ ടോപ്പിക്കുകളിൽ പഠിച്ചായിരുന്നു, μ0I ഡിവൈഡഡ് ബൈ 2πr ആണ്. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ വയർ കാരണം R ഡിസ്റ്റൻസ് മാറിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ BA, എ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0IA ഡിവൈഡഡ് ബൈ 2πr. IA എന്ന് നമ്മൾ കൊടുത്തു തന്നെ ഒന്നാമത്തെ ആൾ കാരണം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആളുടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ആളുടെ കറണ്ട് കാരണമാണ് അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ആളിലൂടെ IA എമൗണ്ട് ഓഫ് കറണ്ട് പോകുമ്പം അതിന്റെ R ഡിസ്റ്റൻസ് അപ്പാർട്ട് അവൻ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0IA ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ, അതായത് രണ്ടാമത്തെ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ആര് കാരണം രണ്ടാമത്തെ കണ്ടക്ടറിൽ ഫോഴ്സ് ഉണ്ടാകുന്നത്, ഒന്നാമത്തെ ആളുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് എഴുതി വെച്ചിരിക്കുന്ന ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ, FBA എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, ഒരു വയർ എലമെന്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ IL ക്രോസ് ബി ആണ്, അല്ലെങ്കിൽ ILB സൈൻ തീറ്റ ആണ്. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അറിയാം IL ക്രോസ് ബി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ആളുടെ മേൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണല്ലോ. അപ്പം അവന്റെ കറണ്ട് അതാണ് IB എന്ന് കൊടുത്തിരിക്കുന്നത്. അവന്റെ ലെങ്ത് ക്രോസ് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആര് കാരണമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്, ഒന്നാമത്തെ ലൈൻ എലമെന്റ് കാരണമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ BA എന്ന് കൊടുത്തിരിക്കുന്നത്. ശരിയാണല്ലോ? കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ആളുടെ കാര്യമാണെങ്കിൽ പോലും രണ്ടാമത്തെ ആളുടെ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആര് കാരണമാണ്, ആദ്യത്തെ ആൾ കാരണം. അതുകൊണ്ടാണ് ഇവിടെ ബിക്ക് മാത്രം BA എന്ന് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഒന്നാമത്തെ ആളുടെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ സർക്കുലേറ്റിംഗ് ആണ്. അപ്പം അടുത്ത വയറിന്റെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ചെന്നിട്ട് നേരെ താഴോട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡും ലെങ്തും തമ്മിൽ അവിടെ 90 ഡിഗ്രി ആണ് വരുന്നത്. അതുകൊണ്ട് IL ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ILB സൈൻ തീറ്റ എന്നാണ്. അവിടെ തീറ്റ 90 വരുന്നതുകൊണ്ട് സൈൻ തീറ്റയുടെ വാല്യൂ സൈൻ 90 1 വരും. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. IB LBA എന്ന് മതി. അവിടെ ക്രോസ് ഇട്ടില്ലേലും കുഴപ്പമില്ല, കാരണം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഇൻടു ദ മീഡിയം ഇങ്ങനെ ചെല്ലുമ്പോഴത്തേനും ഒരു വയറിന്റെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ചെന്നിട്ട് നേരെ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അവിടെ ലെങ്തുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത് അവിടെ ക്രോസ് പ്രോഡക്റ്റ് ഇടണമെന്നില്ല, ILB എന്ന് നമുക്ക് ഇട്ടാൽ മതി. ശരിയാണല്ലോ? ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, IB ഇവിടെ തന്നെ കിടപ്പുണ്ട്, IB ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഓക്കെ, IB ലെങ്തും അങ്ങനെ തന്നെയുണ്ട്. BA എന്ന് പറഞ്ഞാൽ എന്താണ്, μ0IA ഡിവൈഡ് ബൈ 2πr. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, μ0IA ഡിവൈഡഡ് ബൈ 2πr. അപ്പൊ മുഴുവൻ നമുക്ക് കിട്ടിയത് ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ, അതായത് രണ്ടാമത്തെ കണ്ടക്ടറിൽ ഒന്നാമത്തെ ആൾ കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ എന്ന് പറയുന്നത് μ0IA IB ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു L. ക്ലിയർ ആണല്ലോ? ഇതാണ് രണ്ടാമത്തെ കണ്ടക്ടറിൽ ഒന്നാമത്തെ കണ്ടക്ടർ കാരണമുള്ള ഫോഴ്സ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നേരെ തിരിച്ച് ഒന്നാമത്തെ കണ്ടക്ടറിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഓൺ എ ആര് കാരണം, ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി, ബിയുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. ശരിയാണല്ലോ? അപ്പം പ്രത്യേകിച്ച് ഒന്നും ഇത് തന്നെ കിട്ടും. അതിന്റെ സഫിക്സ് അങ്ങോട്ട് എയും ബി അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാൽ മതി. എന്നാലും നമുക്കൊന്നുകൂടെ ചെയ്യുവാണെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ബി അറ്റ് എ, ഫോഴ്സ് ഓൺ എ ഒന്നാമത്തെ കണ്ടക്ടറിലുള്ള ഫോഴ്സ് ഡ്യൂ ടു ബി. ശരിയാണല്ലോ? അങ്ങനെയാണ് നമുക്കറിയാം ഒന്നാമത്തെ കണ്ടക്ടറിൽ ബി കാരണം രണ്ടാമത്തെ ആൾ കാരണം എന്തുകൊണ്ടാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്, അവന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ കണ്ടക്ടർ R ഡിസ്റ്റൻസ് അപ്പാർട്ട് ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാ, സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ μ0I ബൈ 2πr ആണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് എഴുതാം, μ0IB ഡിവൈഡഡ് ബൈ 2πr എന്ന് എഴുതാം. ശരിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി, FAB എന്ന് പറഞ്ഞാൽ IAL ക്രോസ്
ബി എന്ന് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ആളുടെ മേത്തുണ്ടാകുന്ന ഫോഴ്സ് ആര് കാരണമാണ്? രണ്ടാമത്തെ കണ്ടക്ടർ കാരണമാണ്. അതുകൊണ്ട് IAL ക്രോസ് ബി എന്ന് വരും. അവിടെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് 90 ഡിഗ്രി സൈൻ തീറ്റ വരുന്നതുകൊണ്ട്, തീറ്റ 90 ഡിഗ്രി വരുന്നതുകൊണ്ട് അത് IALB എന്ന് എഴുതാം. ഇനി IA-യും L-ഉം ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്, IAL എന്നുള്ള കിടപ്പുണ്ട്. BBക്ക് നമ്മൾ മേളത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ μ0 IB ഡിവൈഡ് ബൈ 2πr എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് മുമ്പ് കിട്ടിയ ഇക്വേഷൻ തന്നെയാണ്. μ0 IAIB ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു L എന്നാണ് കിട്ടിയത്. മുമ്പ് നിങ്ങൾക്ക് കിട്ടിയത് തന്നെയാണ്. μ0 IAIB ഡിവൈഡ് ബൈ 2πr ഇൻറ്റു L എന്നാണ് കിട്ടിയത്. അവിടെ നമുക്ക് മനസ്സിലാവും ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബിയും ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എയും രണ്ടും സെയിം തന്നെയാണ് ഫോഴ്സ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം എ കാരണം ബിയിൽ ഉണ്ടാകുന്ന ഫോഴ്സും ബി കാരണം എയിൽ ഉണ്ടാകുന്ന ഫോഴ്സും ന്യൂമറിക്കലി അതിന്റെ വാല്യൂ ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അതിന്റെ ഡിറക്ഷൻ കൂടി നോക്കാം. ഡിറക്ഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ നോക്കാം. അവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് ഫസ്റ്റ് വയർ ഇത് എടുക്കുവാണെങ്കിൽ ആ വയറിൽ അപ്പുറത്തേക്ക് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ആ ഒന്നാമത്തെ വയറിന്റെ വലതുവശത്താണ് രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പം ഈ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തായിരിക്കും. അപ്പം ഇവിടെ ഒരു വയർ ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്താണ് വരുന്നത്, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്താ വരുന്നത്. അപ്പൊ അതിന്റെ വലതുവശത്തിരിക്കുന്ന ഒരു കണ്ടക്ടറിലേക്ക് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചെല്ലുന്നത് ഇങ്ങനെ ഇൻടു ദ മീഡിയം നേരെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുക ചെയ്യുന്നത്. ഇവിടെ ഒരു കണ്ടക്ടർ ഇരിപ്പുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റും വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരുമ്പം വലത് സൈഡിൽ വരുമ്പം ഇൻടു ദ മീഡിയം എന്നായിരിക്കും, നേരെ താഴേക്കായിരിക്കും. ശരിയാണല്ലോ? അപ്പം ഈ രണ്ടാമത്തെ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്ട് വരുന്നത് നേരെ ഇൻടു ദ മീഡിയം എന്നാണ്. അപ്പൊ നമ്മൾ അവന്റെ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കറണ്ട് പോകുന്നത് നേരെ മേളിലോട്ടാണ്. നിങ്ങൾക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാം നേരെ മേളിലോട്ടാണ് കറണ്ട് പോകുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിംഗ് റൂളിന് ഞാൻ 3 ഫിംഗേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ പിടിച്ചു. ഇനി കറണ്ട് പോകുന്ന ഡയറക്ഷൻ നമ്മൾ ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ കൊടുക്കേണ്ടത്. കറണ്ട് നേരെ മേളിലോട്ടാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നിങ്ങളുടെ നേരെയാണ് കറണ്ട് വരുന്നത്. അങ്ങനെ വെച്ചു. ശരിയാണല്ലോ? ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ മീഡിയം പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് വെച്ചു ഇൻടു ദ മീഡിയം. ഇപ്പൊ നോക്കുമ്പോൾ അറിയാം കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, കറണ്ട് നേരെ മേളിലോട്ട് പോകുന്നുണ്ട്. ഇൻടു ദ മീഡിയം മാഗ്നറ്റിക് ഫീൽഡ് വന്നു. അവിടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം സ്ക്രീനിൽ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് വരുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുവാണെങ്കിൽ ഇവൻ ഈ കണ്ടക്ടർ നോക്കുവാണെങ്കിൽ അവിടെ ഒരു കറണ്ട് എലമെന്റ് ഉണ്ട്. അവന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് വരുന്നത്, സർക്കുലേറ്റിംഗ് ആണ്. ഈ ഫസ്റ്റ് വയർ ഇരിക്കുന്നത് അവന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു വയർ ഇരിക്കുവാണെങ്കിൽ അവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇങ്ങനെ വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ വരുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഔട്ട് ഓഫ് ദി മീഡിയം ആണ് വരുന്നത്. ശരിയാണല്ലോ? അപ്പൊ റൈറ്റ് സൈഡിലാണ് ഇൻടു ദ മീഡിയം, ലെഫ്റ്റ് സൈഡിൽ ഈ വയർ ഇരിക്കുമ്പോൾ അവിടെ ഔട്ട് ഓഫ് ദി മീഡിയം ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ ആളുടെ മേലുള്ള ഫോഴ്സ് നോക്കുവാണെങ്കിൽ വീണ്ടും കറണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്, നമ്മുടെ നേരെ ഇരിപ്പുണ്ട്. ഇനി നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നത് ഔട്ട് ഓഫ് ദി മീഡിയം അല്ല, ഇൻടു ദ മീഡിയം അല്ല, ഔട്ട് ഓഫ് ദി മീഡിയം ആണ്. അപ്പൊ ഔട്ട് ഓഫ് ദി മീഡിയത്തിലേക്ക് നമ്മൾ മാറ്റുവാണെങ്കിൽ ഇങ്ങനെ വരും. നോക്കിയാൽ കറണ്ട് നിങ്ങളുടെ നേരെ വരുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഔട്ട് ഓഫ് ദി മീഡിയം. സോ അവിടെ ഫോഴ്സ് വരുന്നത് റൈറ്റ് എൻഡിലേക്കായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ അറിയാം റൈറ്റ് എൻഡിലേക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊന്ന് ഒരു പിക്ചർ ഒന്ന് വരച്ച് നോക്കിയിട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. എനിവേ അവരുടെ ഫോഴ്സുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരാളുടെ ഫോഴ്സ് ലെഫ്റ്റിലോട്ടാണെങ്കിൽ മറ്റേ ആളുടെ ഫോഴ്സ് റൈറ്റിലോട്ടായിരിക്കും. അതായത് രണ്ടുപേരുടെയും ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് μ0 IAIB ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു L ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡിറക്ഷൻ ഫോഴ്സിന്റെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന നോക്കുക, FAB ഈസ് ഈക്വൽ ടു -FBA. കാരണം അവരുടെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി എന്ന് പറയുന്നതും ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ എന്ന് പറയുന്നതും ന്യൂമറിക്കലി അവരുടെ വാല്യൂ ഈക്വൽ ആണ് മാഗ്നിറ്റ്യൂഡ് വൈസ്, പക്ഷെ അവരുടെ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ന്യൂട്ടന്റെ തേർഡ് ലോ അവിടെ കൺസിസ്റ്റന്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ആ ഒരു കേസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. 2 പാരലൽ വയറുകൾ വെച്ച് കഴിഞ്ഞാൽ, 2 വയറുകൾ ഇങ്ങനെ അടുത്തിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ വയറിലും രണ്ടാമത്തെ വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒന്നാമത്തെ വയറിലും ഓരോ ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് എത്രയാണ്? μ0 IAIB ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു L ആണ് ആ ഫോഴ്സ്. ക്ലിയർ ആണല്ലോ? ഇനി അവരുടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഒരാളുടെ ഡിറക്ഷൻ റൈറ്റിലോട്ടാണെങ്കിൽ മറ്റേ ആളുടെ ഡിറക്ഷൻ ലെഫ്റ്റിലോട്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫോഴ്സ് വന്നാൽ എന്നാ സംഭവിക്കും? ഒന്നാമത്തെ വയർ ഇവനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുകയാണ്, രണ്ടാമത്തെ വയർ ഇവനെ പിടിച്ച് ഇങ്ങോട്ടും വലിക്കുകയാണ്. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് വന്നാൽ രണ്ടുപേരും കൂടെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഓർത്തോണം. 2 പാരലൽ വയറുകൾ ഒരുമിച്ചിരുന്ന് നിങ്ങൾ രണ്ടേലും ഒരേ ഡിറക്ഷനിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വയറുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യും.
അതിന്റെ കാരണം ഇതാണ്, ഒന്നാമത്തെ വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ വയറിലും, രണ്ടാമത്തെ വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒന്നാമത്തെ വയറിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റിംഗ് ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഓർക്കുക, ടു പാരലൽ കറന്റ്സ് അട്രാക്ട് ഈച്ച് അതർ എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സ്റ്റേറ്റ്മെന്റും പറയാം. പാരലൽ കറന്റിന് പകരം ഒരു വയറിൽ നേരെ മേളിലോട്ട് കറണ്ട് കൊടുത്തു, രണ്ടാമത്തെ വയറിൽ നേരെ താഴോട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ആന്റി പാരലൽ കറണ്ട് ആവും. ആന്റി പാരലൽ കറണ്ട് ആണെങ്കിൽ ഫോഴ്സിന്റെ ഡിറക്ഷൻ വരുന്നത്, നിങ്ങൾക്ക് അത് വരച്ചിട്ട് ഫോഴ്സിന്റെ ഡിറക്ഷൻ നിങ്ങൾക്ക് റൂൾ വെച്ചിട്ട് നോക്കാം. അപ്പൊ അതിന്റെ വരുന്നത്, ഒന്നാമത്തെ ഫോഴ്സ് ഇങ്ങോട്ട് ഔട്ട്വേർഡ് ആണെങ്കിൽ രണ്ടാമത്തെ ഫോഴ്സ് ഓപ്പോസിറ്റ് എൻഡിൽ ഔട്ട്വേർഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് രണ്ട് ആന്റി പാരലൽ കറണ്ട് ആണെങ്കിൽ റിപ്പല് ചെയ്യും. ക്ലിയർ ആണല്ലോ? സോ പാരലൽ കറണ്ട് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, ആന്റി പാരലൽ കറണ്ട് ആണെങ്കിൽ റിപ്പല് ചെയ്യും എന്നുള്ള കാര്യം ഓർത്തോണം. എനിവേ, രണ്ട് പാരലൽ കറണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ന്യൂമറിക്കൽ വാല്യൂ μ0 IAIB ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു L എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇനി നമുക്ക് ആ ഒരു ഇക്വേഷൻ അല്പം ഒന്ന് മോഡിഫിക്കേഷൻ വരുത്തിയാൽ, എല്ലിനെ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് വിളിക്കാമല്ലോ. എല്ലിനെ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന ഫോഴ്സ് ബൈ L എന്നാവും. ശരിയാണല്ലോ? അപ്പൊ ഫോഴ്സ് പെർ ലെങ്ത് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഓക്കെ, അങ്ങനെയാണ് ആ ഇക്വേഷൻ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ, ആ എല്ലിനെ നമ്മൾ ഇവിടെ കിടന്ന എല്ലിനെ നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫോഴ്സ് പെർ ലെങ്ത് എന്ന് വിളിക്കും. അങ്ങനെയാണ് റൈറ്റ് സൈഡിൽ μ0 IAIB ഡിവൈഡ് ബൈ 2πr എന്നേ ഉള്ളൂ. എല്ല് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ, ഫോഴ്സ് പെർ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. μ0 IAIB ഡിവൈഡ് ബൈ 2πr എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഒരു കാര്യം അസ്യൂം ചെയ്യുവാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ഈ രണ്ട് വയറിനകത്തൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ, ഈ രണ്ട് വയറിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ 1 ആംപിയർ എന്ന് നമ്മൾ അങ്ങ് സെറ്റ് ചെയ്യുന്നു. ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വി സെറ്റ് IA ഈക്വൽ ടു IB ഈസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് സെറ്റ് ചെയ്തു. ഇനി ഈ രണ്ട് വയറും വെച്ചിരിക്കുന്നത് 1 മീറ്റർ അപ്പാർട്ട് ആണെങ്കിൽ, ഈ രണ്ട് വയറും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് 1 മീറ്റർ അകലത്തിലും ആണെങ്കിൽ, ഇപ്പൊ രണ്ട് കണ്ടീഷൻ ഞാൻ കൊടുത്തെ. രണ്ട് വയറിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. അതുപോലെ രണ്ട് വയർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് 1 മീറ്റർ അപ്പാർട്ടുമാണ്. അങ്ങനെ 1 ആംപിയർ രണ്ട് വയറിലൂടെയും കറണ്ട് പോവുകയാണെങ്കിൽ, രണ്ടും വെച്ചിരിക്കുന്നത് 1 മീറ്റർ അപ്പാർട്ടും ആണെങ്കിൽ, അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ μ0 IAയും IBയും 1 ആംപിയർ ആയതുകൊണ്ട് 1 × 1, അത് 1 തന്നെ വന്നു, ഡിവൈഡഡ് ബൈ 2π × r എന്ന് പറയുന്ന 1 മീറ്റർ ആയതുകൊണ്ട് അവിടെ 1 വന്നു. അപ്പൊ മിച്ചം ആര് മാത്രമേ ഉള്ളൂ? μ0 ഡിവൈഡഡ് ബൈ 2π എന്ന് മാത്രമേ ഉള്ളൂ ഇക്വേഷൻ വരുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് μ0 ഡിവൈഡഡ് ബൈ 2π. μ0യുടെ വാല്യൂ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 4π × 10⁻⁻7 ആണ്. 4π × 10⁻⁻7 ഡിവൈഡഡ് ബൈ 2π. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, 2πയും 4πയും കൂടെ ക്യാൻസൽ ആയിട്ട് 2 എന്ന് നമുക്ക് കിട്ടും. സോ 2 × 10⁻⁻7 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ന്യൂട്ടൺ അല്ല, ന്യൂട്ടൺ പെർ മീറ്റർ, കാരണം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. സോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. രണ്ട് വയറിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ, രണ്ട് വയറും ഇരിക്കുന്നത് 1 മീറ്റർ അപ്പാർട്ട് ആണെങ്കിൽ, ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2 × 10⁻⁻7 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യം തിരിച്ചു പറയാം. രണ്ട് വയറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്, അവരെ രണ്ടുപേരെയും 1 മീറ്റർ അപ്പാർട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 × 10⁻⁻7 മീറ്റർ ആണെങ്കിൽ, ഈ രണ്ട് വയറിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് പറയാം? 1 മീറ്റർ ആണെന്ന് പറയാം. 1 ആംപിയർ ആണെന്ന് പറയാം. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. രണ്ട് വയറിനകത്തോടെ ഒഴുകുന്ന കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ, ഇവരെ 1 മീറ്റർ അപ്പാർട്ട് വെച്ചപ്പോൾ നമ്മൾ ഇതേ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 × 10⁻⁻7 ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് തിരിച്ചു പറയാം. രണ്ട് വയർ നിങ്ങൾ എടുത്തു, ആ രണ്ട് വയർ 1 മീറ്റർ അപ്പാർട്ട് വെച്ചു, രണ്ട് പാരലൽ കറണ്ട് ആണ്. അങ്ങനെയാണ് അവർക്കിടയിലുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2 × 10⁻⁻7 ന്യൂട്ടൺ പെർ മീറ്റർ ആണെങ്കിൽ, അതിലൂടെ ഒഴുകിയ കറണ്ട് എത്രയാണെന്ന് പറയാം? 1 ആംപിയർ ആണെന്ന് പറയാം. അപ്പം ഒരു 1 ആംപിയറിന്റെ ഒരു ഡെഫിനേഷൻ ആണ് നമ്മൾ പഠിച്ചത്. അതാണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. ദ ആംപിയർ, 1 ആംപിയർ എന്താണെന്ന് പറയുന്നത്? ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റഡി കറണ്ട്. അതൊരു കറണ്ടിന്റെ, നമുക്ക് അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിന്റെ വാല്യൂ ആണ് ഓഫ് സ്റ്റഡി കറണ്ട് ഇൻ വിച്ച് when maintained in each of two very long straight parallel conductors of negligible cross section. രണ്ട് വലിയ സ്ട്രെയിറ്റിലുള്ള പാരലൽ കണ്ടക്ടർ, അതായത് രണ്ട് പാരലായിട്ട് കറണ്ട് വന്ന് രണ്ട് കണ്ടക്ടർ എടുത്ത് നിങ്ങൾ വെക്കുക. എങ്ങനെ വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പ്ലേസ്ഡ് 1 മീറ്റർ അപ്പാർട്ട് ഇൻ വാക്വം. രണ്ടും 1 മീറ്റർ അപ്പാർട്ട് വെക്കുമ്പോൾ, ഇപ്പൊ രണ്ട് ലോങ് സ്ട്രെയിറ്റ് നെഗ്ലിജിബിൾ ക്രോസ് സെക്ഷൻ ഉള്ള രണ്ട് പാരലൽ വയറുകൾ നിങ്ങൾ 1 മീറ്റർ അപ്പാർട്ട് വെക്കുമ്പം
would produce on each of these conductor by a force per unit length of 2 into 10 raised to minus 7 ന്യൂട്ടൺ പെർ മീറ്റർ. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, ഫോഴ്സ് പെർ ലെങ്ത് എന്ന് പറയുന്നത് 2 into 10 raised to minus 7 ന്യൂട്ടൺ പെർ ലെങ്ത് ആണെങ്കിൽ ഇവരിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് 1 ആംപിയർ. സോ സാധാരണ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡിഫൈൻ 1 ആംപിയർ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സാധാരണ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഡെഫിനിഷൻ ഇതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇടുന്നയാൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇത് എഴുതണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത് 2 പാരലൽ കറണ്ടുകൾ, 2 വയറുകൾ എടുത്ത് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ, രണ്ടിലൂടെയും ഒരേ ഡയറക്ഷനെ കറണ്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ ആളുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ ആളുടെ മേത്തും, രണ്ടാമത്തെ ആളുടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒന്നാമത്തെ ആളുടെ മേത്തും ഓരോ ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് രണ്ടും ഈക്വൽ ആയിരിക്കും. അത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് 2 പാരലൽ കറണ്ടുകൾ അട്രാക്ട് ചെയ്യും, 2 ആന്റി പാരലൽ കറണ്ടുകൾ റിപ്പൽ ചെയ്യും. ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് μ0 ഇൻറ്റു IAIB ഡിവൈഡഡ് ബൈ 2πr ഇൻറ്റു L എന്നാണ്. അപ്പം ഇതായിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ച കാര്യം. അതുകൊണ്ട് ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് എന്നുള്ളതാണ് ഈ ടോപ്പിക്ക്. അപ്പം നമ്മുടെ 3rd സെഷനിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ പഠിച്ച ആദ്യത്തെ ടോപ്പിക്കാണ്. കൃത്യമായിട്ട് പഠിക്കുക. കേട്ടിരുന്നതിന് നന്ദി.